Now I am doing final year MBBS in AIIMS Nagpur. നമ്മൾ ഇന്ന് ബ്രീതിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിന്റെ റിമൈനിങ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പോണ NCERT എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ്. നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഓൾറെഡി സോൾവ് ചെയ്താണ്. ഇനി വിൽ സ്റ്റാർട്ട് വിത്ത് ഷോർട്ട് ആൻസർ, വെരി ഷോർട്ട് ആൻസർ ടൈപ്പ്. വെരി ഷോർട്ട് ആൻസർ ടൈപ്പിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദി ഫോളോയിങ് ടേംസ്. ആൻഡ് ഫസ്റ്റ് ടേം ചോദിച്ചിരിക്കുന്നത് ടൈഡൽ വോളിയം. ഇതുവരെ സോൾവ് ചെയ്ത ക്വസ്റ്റ്യനിൽ ഓൾറെഡി നമ്മൾ 2-3 പ്രാവശ്യം എന്തിന് കണ്ടിട്ടുണ്ട്, ഇതേ സെയിം ക്വസ്റ്റ്യനെ പല രീതിയിൽ ചോദിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഈ വോളിയംസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വോളിയംസ് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ടൈഡൽ വോളിയം എന്താണ് പറയാം, ഒരു നോർമൽ ബ്രെത്തിൽ, അല്ലാണ്ട് വിത്തൗട്ട് ഫോഴ്സ്ഫുള്ളി നമ്മൾ നോർമലി പാസിവ്ലി ഇരിക്കുമ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ നോർമൽ ബ്രെത്തിൽ എത്രയാണോ ഇൻസ്പയർ ചെയ്യുന്നത് അഥവാ എത്രയാണോ എക്സ്പയർ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ടൈഡൽ വോളിയം. ഇപ്പൊ ടൈഡൽ വോളിയത്തിലെ 2 കീ ടേംസ് എന്താണ്, ഒന്നാമത്തത് വോളിയം ഓഫ് എയർ, അത് ഇൻസ്പയർഡ് ആവാം അല്ലെങ്കിൽ ഓർ എക്സ്പയർഡ്. ഇനി ഏത് സമയത്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഡ്യൂറിങ് നോർമൽ ബ്രെത്ത്. ഡ്യൂറിങ് നോർമൽ ബ്രെത്ത് ഇതിനെയാണ് നമ്മൾ ടൈഡൽ വോളിയം എന്ന് വിളിക്കുന്നത്. ആൻഡ് നമ്മൾ എങ്ങനെയാണ് കണ്ടത്, tidal volume is around 500 ml. Tidal volume equals 500 ml. ഇനി പെർ മിനിറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിലും നമ്മൾ എങ്ങനെ എഴുതണം, ഇൻറ്റു എത്രയാണ് എന്ത് ചെയ്യുന്നത്, എത്രയാണ് ബ്രീതിങ് റേറ്റ്, അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും, പെർ മിനിറ്റ് ഒരു ഹെൽത്തി ആയിട്ട് ഒരാള് ഇൻസ്പയർ അല്ലെങ്കിൽ എക്സ്പയർ ചെയ്യുന്നത് പെർ മിനിറ്റ് എത്ര ml എയർ ആയിരിക്കും, 6 to 8 ലിറ്റേഴ്സ് അല്ലെങ്കിൽ 6000 to 8000 ml എയർ ആയിരിക്കും ടൈഡൽ വോളിയം പെർ മിനിറ്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി വെറുതെ ടൈഡൽ വോളിയം എന്ന് വെച്ചാൽ എന്താണ്, നോർമൽ ബ്രെത്തില് ഇൻസ്പയർ അല്ലെങ്കിൽ എക്സ്പയർ ചെയ്യുന്ന amount which is 500 ml. ഇനി റെസിഡ്യൂവൽ വോളിയം, ഞാൻ ഇന്നലെ പഠിപ്പിച്ച മറ്റേ വാട്ടർ ടാങ്കിന്റെ കൺസെപ്റ്റ് പറഞ്ഞിരുന്നു. അതിൽ നമുക്ക് എന്താണ് മനസ്സിലായത്, ടാപ്പ് തുറന്നാലും എത്ര ഫോഴ്സ്ഫുള്ളി നമ്മൾ എല്ലാം ഇവാക്യുവേറ്റ് ചെയ്യാൻ നോക്കിയാലും ചെയ്യാൻ പറ്റാത്ത ഓൾവേസ് ലങ്ങിൽ റിസൈഡ് ചെയ്യുന്ന ആൽവലൈന്റെ ഫ്രീക്വൻസി മെയിൻറ്റെയിൻ ചെയ്യുന്ന ലങ്ങിൽ എപ്പോഴും റിസൈഡ് ചെയ്യുന്ന വോളിയം ആണ് എന്ത്, റെസിഡ്യൂവൽ വോളിയം. നമുക്ക് റെസിഡ്യൂവൽ വോളിയത്തിന് എങ്ങനെ എഴുതാൻ പറ്റും, റെസിഡ്യൂവൽ വോളിയം എത്ര എഴുതാൻ പറ്റും, അതായത് ഈവൻ ആഫ്റ്റർ എ പോസിബിൾ എക്സ്പൈറേഷൻ, പോസിബിളി എക്സ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് പോലും ദ amount ഓഫ് അല്ലെങ്കിൽ വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ലങ്സ്. അതെങ്ങനെ എഴുതാൻ പറ്റും, വോളിയം ഓഫ് എയർ remaining in lungs even after a possible expiration. Even after a possible expiration. ഓക്കെ, ഈ ടേംസ് ഞാൻ റെഡിൽ എഴുതിയിട്ടുണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കി വെക്കാം. ഇനി അത് എത്രയായിരിക്കും, അറൌണ്ട് 1100 to 1200 ml. 1100 to 1200 ml ആണ് റെസിഡ്യൂവൽ വോളിയത്തിന്റെ amount നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, തേർഡ് ടേം ചോദിച്ചിരിക്കുന്നത് എന്താ, ആസ്തമ. എന്താണ് ആസ്തമ, എന്താണ് ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മൾ ആൽവലയിലാണോ ആസ്തമക്ക് പ്രശ്നം അല്ല ഏത് പാർട്ട് ഓഫ് ലങ്ങിലാണ് പ്രശ്നം, നമ്മൾ കൺഫ്യൂസ്ഡ് ആവരുത്. അപ്പൊ നമ്മൾ എന്താ ആലോചിക്കുക, ആസ്തമനെ ജനറലി നമ്മൾ വിളിക്കുന്നത് ബ്രോങ്കിയൽ ആസ്തമ എന്നാണ്. അപ്പോ ആസ്തമ ഓർ ബ്രോങ്കിയൽ ആസ്തമ എന്ന് പറയണമെങ്കിൽ അതില് പത്തോളജി എവിടെയായിരിക്കണം അല്ലെങ്കിൽ പ്രശ്നം എവിടെയായിരിക്കണം, ബ്രോങ്കൈലും ബ്രോങ്കിയോൾസിലുമാണ്. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ഇൻ ദി ആൽവലൈ. അപ്പോ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇറ്റ് ഇസ് എ ഡിസീസ് ഇൻ ദ റെസ്പിറേറ്ററി സിസ്റ്റം ഡ്യൂ ടു എന്താണ് കോസ്, എനി അലർജിക് റിയാക്ഷൻ, എനി അലർജിക് റിയാക്ഷൻ ടു ഫോറിൻ സബ്സ്റ്റൻസസ്. ചിലർക്ക് പോളൻ, ചിലർക്ക് ഡസ്റ്റ്, അങ്ങനെയുള്ള സബ്സ്റ്റൻസ്, ഫോറിൻ സബ്സ്റ്റൻസിനോട് അലർജി പോലെ റിയാക്ട് ചെയ്ത് നമുക്ക് എന്ത് പറ്റും, ആസ്തമയുള്ള ആൾക്ക് പറ്റുന്ന ഡിഫിക്കൽട്ടി ഇൻ ബ്രീതിങ് വരും. ഡിഫിക്കൽട്ടി ഇൻ ബ്രീതിങ്, അയാൾക്ക് ബ്രീത് ചെയ്യാൻ പറ്റുന്നില്ല, അലോങ് വിത്ത് അതായത് എക്സ്പയർ ചെയ്യുമ്പോൾ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും, ആ സൗണ്ടിനാണ് വീസിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എക്സ്പിരേറ്ററി ആയിട്ടുള്ള വീസിംഗ് ഉണ്ടാവും. ആൻഡ് ഓൾസോ സഫോക്കേഷൻ വന്ന് കോഫിംഗ് കാണാൻ പറ്റും. ആൻഡ് ഓൾ ദിസ് ടു എന്താന്ന് ചോദിച്ചാൽ എന്ത് പറയണം, ഡ്യൂ ടു sudden spasm of bronchi അല്ലെങ്കിൽ bronchiole or inflammation of bronchiole. So due to an allergic reaction to foreign substances,
സിംറ്റംസ് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഡിഫിക്കൽട്ടി ഇൻ ബ്രീതിങ് ഒന്നാമത്തത്, ആസ്തമ ഓർ ബ്രോങ്കിയൽ ആസ്തമ എന്ന്. അപ്പൊ നിങ്ങൾക്ക് എന്ത് കൺഫ്യൂഷൻ വരില്ല, ആൽവലൈലാണോ പ്രശ്നം, കൺഫ്യൂസ്ഡ് ആവില്ല. അപ്പൊ ബ്രോങ്കിയൽ ആസ്തമ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ ഡിസീസ് ഡ്യൂ ടു അലർജിക് റിയാക്ഷൻ ടു ഫോറിൻ സബ്സ്റ്റൻസസ്. സിംറ്റംസ് ബീങ് ഡിഫിക്കൽട്ടി ഇൻ ബ്രീതിങ് ഒന്നാമത്തത്. രണ്ടാമത്തെ ഞാൻ പറഞ്ഞു ഒരു സൗണ്ട് കേൾക്കാൻ പറ്റും, വലിവ് പോലത്തെ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റും, അതിനെ നമ്മൾ എന്ത് വിളിച്ചു? വീസിംഗ് എന്ന് വിളിച്ചു. ആൻഡ് ഓൾസോ അലോങ് വിത്ത് ഓൾ ദിസ് സഫക്കേഷൻ കാരണം കോഫും നമുക്ക് കാണാൻ പറ്റും. ആൻഡ് വൈ ഡസ് ദിസ് ഹാപ്പൻ? എന്തുകൊണ്ടാണ് നടക്കുന്നത്? ഡ്യൂ ടു സഡൻ സ്പാസം ഓഫ് ബ്രോങ്കൈ. ഇനി എന്തുകൊണ്ടാണ് സഡൻ സ്പാസം ബ്രോങ്കൈക്ക് വരുന്നതെന്ന് വെച്ചാൽ അതിന്റെ റീസൺ എന്ത് പറയാൻ പറ്റും? സഡൻ സ്പാസത്തിന്റെ കാരണം എന്താണ്? ഡ്യൂ ടു ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾസ് എന്ന് പറയാം. ഇനി ആസ്തമയില് എന്ത് പറ്റാണ്? നമ്മുടെ ട്രക്കിയൽ വെസൽസ് ഫ്ലാറ്റനിങ് നടക്കുന്നു. ഇത് അതിന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആണ്, ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ട്രക്കിയൽ വെസലിന്റെ ഫ്ലാറ്റനിങ് നടക്കുന്നു. ആൻഡ് ആൽവിലൈലേക്ക് എത്തുന്നില്ല, ഡിപ്രൈവ്ഡ് ഓഫ് ഓക്സിജൻ ആവുകയാണ് ആൽവിലൈ. കാരണം എന്താ? ബ്രോങ്കൈ കഴിഞ്ഞിട്ട് വേണം ഡിവൈഡ് ചെയ്ത് ഫൈനലി ആൽവിലൈലേക്ക് എത്താൻ. അവിടെ എയർ എത്താൻ പറ്റുന്നില്ല. കാരണം എന്താ? ഇവിടെ സ്പാസം നടക്കാണ്. ഇവിടെ സ്പാസം വന്നാൽ ഇങ്ങോട്ടേക്ക് എയർ എൻട്രി പ്രിവെന്റ് ആവുന്നു. അങ്ങനെ ആൽവിലൈക്ക് എന്ത് കിട്ടുന്നില്ല? ഓക്സിജൻ കിട്ടുന്നില്ല. അപ്പോ ആസ്തമ അല്ലെങ്കിൽ ബ്രോങ്കിയൽ ആസ്തമ എന്താണെന്ന് ആലോചിക്കുക. ഇറ്റ്സ് ആൻ അലർജിക് റിയാക്ഷൻ. ഫോറിൻ സബ്സ്റ്റൻസിനോടുള്ള സിംറ്റംസ് ഡിഫിക്കൽട്ടി ഇൻ ബ്രീതിങ്, വീസിങ് ആൻഡ് കോഫ് കിട്ടും. ആൻഡ് ഓൾ ദിസ് സഡൻ സ്പാസം ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കൈയിലെ മസിൽസ്. ആൻഡ് ഇറ്റ് ഇസ് ഡ്യൂ ടു ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ അല്ലെങ്കിൽ ബ്രോങ്കിയോൾസ് ആൻഡ് ട്രക്കിയൽ വെസൽസ് ഫ്ലാറ്റനിങ് നടക്കാൻ പറ്റും. ആൻഡ് ഇതിന്റെ റിസൾട്ട് ആയിട്ട് ആൽവലൈ ഇസ് ഡിപ്രൈവ്ഡ് ഓഫ് ഓക്സിജൻ. ഇത്രയാണ് ആസ്തമയെ കുറിച്ച് പറയേണ്ടത്. Second question, very short answer type. Second question, a fluid-filled double membranous layer surrounds the lung. Name it and mention its important function. എന്താണ്? The double membranous layer surrounding the lung. അതിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചു? പ്ലൂറ. ആൻഡ് പ്ലൂറ ഞാൻ ഇന്നലെയും പറഞ്ഞപ്പോൾ പറഞ്ഞു, പ്ലൂറക്ക് ഡബിൾ ലെയർ ഉണ്ട്. ഔട്ടർ ലെയർ, പുറത്തത്തെ ലെയർ പെറൈറ്റൽ. ഞാൻ ഇങ്ങനെയാണ് ആലോചിക്കും, പുറത്തത്തെ പുറത്തത് പെറൈറ്റൽ, ഉള്ളിലത്തത് വിസറൽ. ഇനി ഇതിന്റെ നടുക്ക് ഒരു പ്ലൂറൽ ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിനെ നെയിം ചെയ്യാനാണ് ചോദിച്ചത്. അപ്പൊ പ്ലൂറലിന്റെ ഉള്ളിലത്തെ ഫ്ലൂയിഡിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? പ്ലൂറൽ ഫ്ലൂയിഡ്. ഇനി അതിന്റെ ഫങ്ഷൻ എന്താണ് നമുക്കറിയാം. രണ്ട് ലെയർ ഒരുമിച്ച് വന്നിരിക്കാണ്, അടുത്തടുത്ത് വന്നിരിക്കാണ് എന്ത്? ഔട്ട്സൈഡ് ഓഫ് ലങ്ങില്. ഇനി ഈ രണ്ട് ലെയർ തമ്മിൽ എന്തുണ്ടാവാം? നമുക്കറിയാം ബ്രീതിങ് നടക്കുമ്പോൾ എക്സ്പാൻഷൻ ഓഫ് ലങ് പാരൻകൈമ നടക്കും. അപ്പോ എന്ത് ചെയ്യും? ഈ രണ്ട് ലെയർ ഇങ്ങനെ പുറത്ത് വന്ന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റബ് ചെയ്ത് അനാവശ്യ ഫ്രിക്ഷൻ ഉണ്ടാവരുത്. അത് പ്രിവെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിന്റെ നടുക്ക് ഒരു ചെറിയ ഫ്ലൂയിഡ് കൊടുത്താൽ മതി. അപ്പൊ എന്ത് ചെയ്യും? എത്ര ഇവര് റബ് ചെയ്യേണ്ട അവസ്ഥ വന്നാലും അവര് റബ് ചെയ്ത് ടയർ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാനാണ് പ്ലൂറൽ ഫ്ലൂയിഡ്. അപ്പൊ അതിന്റെ ഫംഗ്ഷൻ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് റെഡ്യൂസസ് friction on lung surface. That's the second question answer. Any third question, name the primary site of exchange of gases in our body. Exchange ആണ് അതിന്റെ കീ ടേം. എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിന്റെ പ്രൈമറി സൈറ്റ് എന്താണ്? അറിയാം, ആൽവിലയിലാണ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുന്നത്. ഇതൊക്കെ ബേസിക് ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രമുള്ള ഒന്നുമില്ല. ആകെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ ആണ് അവർ ചോദിക്കുന്നത്, എക്സ്ചേഞ്ച് ആണ് ചോദിക്കുന്നത്. വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കുക, അത്രേ ചെയ്യാൻ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ ഇന്നലെ നമ്മൾ ചെയ്തൊരു ക്വസ്റ്റ്യനോട് സിമിലാരിറ്റി ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ദ ക്വസ്റ്റ്യൻ ബീങ് സിഗരറ്റ് സ്മോക്കിംഗ് കോസസ് എംഫൈസീമ. ഗിവ് റീസൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ സിഗരറ്റ് സ്മോക്കിംഗ് എന്തിന് കാരണമാവുന്നു? എംഫൈസീമക്ക് കാരണമാവുന്നു. കാരണം എന്താണ്? എന്താ?
എന്താണ് എംഫൈസീമ നമുക്ക് ആദ്യം അറിയണം. എന്താണ്? നിങ്ങൾ ഒരു പ്രാവശ്യം സ്മോക്ക് ചെയ്ത ഉടനെ നിങ്ങൾക്ക് വരുന്ന രോഗമാണ് എംഫൈസീമ. അല്ല, ഇറ്റ് ഇസ് എ ക്രോണിക് ഡിസോർഡർ. എംഫൈസീമ ഇസ് എ ക്രോണിക് ഡിസോർഡർ. ക്രോണിക് ഡിസോർഡർ എന്ന് പറഞ്ഞാല് കുറെ കാലത്തിന് റിസൾട്ട് ആയിട്ട് വരുന്നതാണ്. ആൻഡ് അത് ഒരു പെട്ടെന്ന് നമുക്ക് ക്യൂർ ചെയ്ത് കളയാനും പറ്റുന്ന ഒരു ഡിസോർഡർ അല്ല. ആൻഡ് വൈ ഡസ് ദിസ് ഹാപ്പൻ? ഇറ്റ് ഹാപ്പൻസ് ഡ്യൂ ടു cigarette smoking for a long period of time. Smoking for a prolonged period. ഇനി ഇതിന്റെ പാത്തോളജി എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ എന്ത് പറയാൻ പറ്റും? നമുക്കറിയാം മേജർ സൈറ്റ് ഓഫ് എക്സ്ചേഞ്ച് എന്താണ്? മേജർ സൈറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ആണ് നമ്മുടെ ആൽവലൈ. ഇനി എംഫൈസീമ എന്ന് പറഞ്ഞ അസുഖത്തിൽ എന്ത് വരുന്നു? ഒരാൾ സ്മോക്ക് ചെയ്യുന്നു ആൻഡ് എക്സസീവ്ലി സ്മോക്ക് ചെയ്യുന്നു ഫോർ എ പ്രൊലോങ്ഡ് പീരീഡ്. അങ്ങനെ എക്സസീവ്ലി സ്മോക്ക് ചെയ്യുമ്പോൾ വാട്ട് ഡസ് ദിസ് ഡു? സ്മോക്കിംഗ് damages the walls of alveoli. Smoking causes damage in the alveolar wall. അപ്പൊ ആൽവെയിൽ നമുക്കറിയാം ചെറിയൊരു പൗച്ചാണ്. അതിനുള്ള കുറച്ച് എയർ റെസിഡ്യൂ എപ്പോഴും ഉണ്ടാവും. ആൻഡ് ഓൾസോ എന്ത് ചെയ്യും? എയർ വരുമ്പോൾ ഓക്സിജൻ അങ്ങോട്ടേക്ക് എത്തുന്നു ആൻഡ് എക്സ്ചേഞ്ച് ആൽവെലാർ കാപ്പിലറീസ് വഴി എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുന്നു. അപ്പൊ എത്രമാത്രം ആൽവെലാർ മെംബ്രെയിൻ ഇമ്പോർട്ടന്റ് ആണ് ഫോർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ആൻഡ് നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിന് ഓക്സിജൻ എത്താൻ ആരാണ് മെയിൻ കാരണക്കാരൻ? മെയിൻ സൈഡ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ആയിട്ടുള്ള ആൽവെലൈ. ഇനി സ്മോക്കിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ആൽവെലാർ വാൾസ് ആർ ബീങ് ഡാമേജ്. അപ്പൊ ആൽവെലാർ വാൾസ് ഡാമേജ് ആയി. അപ്പൊ എന്താണ്? ഒരു കുഞ്ഞു ബലൂൺ പോലെ ആലോചിക്കുക. അതിലേക്ക് നമ്മൾ എയർ ഊതുമ്പോൾ നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ അത് പതുക്കെ എന്ത് ചെയ്യും? എക്സ്പാൻഡ് ആവും. ആൻഡ് എയർ പോകുമ്പോൾ ബലൂണിന്റെ കേസിൽ കംപ്ലീറ്റ്ലി സ്ട്രങ്കൺ ആവും. പക്ഷെ ഇതിലെന്താണ്? റെസിഡ്യൂൽ എയർ ഓൾവേസ് മെയിൻറ്റെയിൻഡ് ആയിരിക്കും. അപ്പോ ഇവിടുത്തെ വാൾസ് ആർ ഡാമേജ്. വാൾ ഡാമേജ് നടക്കുമ്പോൾ എന്ത് പറ്റും? ആൽവെലാർ വാൾസിന്റെ ഇലാസ്റ്റിസിറ്റി ഈസ് ലോസ്. ലോസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് വാൾസ് ഓഫ് ആൽവെലൈ. ഇനി ഇങ്ങനെ ഇലാസ്റ്റിസിറ്റി പോകണം. അപ്പൊ അതിന് വലുതാവാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ആദ്യം ഇങ്ങനെയുള്ളത് എയർ കയറുമ്പോൾ എങ്ങനെയാവും? പതുക്കെ എക്സ്പാൻഡ് ആവുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ പറ്റുന്നില്ല. വാൾസ് ആർ ഓൾറെഡി ഡാമേജ്. അങ്ങനെ ഡാമേജ്ഡ് വാൾസ് ആണെങ്കിൽ നമ്മൾ അതിലേക്ക് ഇൻഹെയിൽ ചെയ്ത് എയർ കയറ്റുമ്പോൾ അതിനെന്ത് പറ്റും? അതിന് ഒരു പ്രഷർ അനുഭവപ്പെടും. കാരണം എന്താ? അതിന് പഴയ പോലെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എന്ത് പറ്റും? ഈ ഇന്നർ വാൾസ്, ഈ ആൽവെലൈന്റെ ഇന്നർ വാൾസ് റപ്ചേർഡ് ആവും, ലീഡിങ് ടു റപ്ചർ ഓഫ് ഇന്നർ വാൾസ്. അങ്ങനെ ഓരോ ഭാഗമായിട്ട് ഇൻഎഫക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തിന്? എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിന്. അപ്പൊ ഈ ഭാഗം ഓൾറെഡി പോയി. ഇങ്ങനെ കുറെ ആൽവെലൈ ഉണ്ട്, മില്യൺസ് ഓഫ് ആൽവെലൈ ഉണ്ട്. ഇങ്ങനെ ഓരോ ഭാഗവും പോയിക്കൊണ്ടിരുന്നാൽ ഫൈനലി എന്ത് പറ്റും? എഫക്റ്റീവ് സർഫസ് ഏരിയ ഫോർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഡിക്രീസ് ഉണ്ടാവും. ഡിക്രീസ്ഡ് എഫക്റ്റീവ് സർഫസ് ഏരിയ ഫോർ ദി എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ഇനി ഇത്രയും കാര്യം ഇൻഹലേഷന്റെ സമയത്താണ് നമ്മൾ പഠിച്ചത്. ഇനി എക്സലേഷന്റെ സമയത്ത് ഇവർക്ക് എന്ത് പറ്റും? എക്സലേഷന്റെ സമയത്തും നമുക്കറിയാം പണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്ന ആൽവെലൈ എയർ കയറുമ്പോൾ എക്സ്പാൻഡ് ആവും. അത് കഴിഞ്ഞ് അതിന്റെ ഉള്ളിൽ കാർബൺ ഡൈ ഓക്സൈഡ് വന്ന് നിറയും വെൻ ഡ്യൂറിങ് എക്സലേഷൻ. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് പുഷ് ഔട്ട് ചെയ്യണമെങ്കിൽ ഇത് ചെറുങ്ങനെ എന്ത് ചെയ്യണം? പതുക്കെ കൺട്രാക്ട് ചെയ്യണം. എന്നാലേ അതിന്റെ ഉള്ളിൽ എയർ എക്സ്പെൽഡ് ഔട്ട് ആവുള്ളൂ. പക്ഷെ ഇപ്പൊ എന്താണ്? ആൽവെലൈ ഈസ് ഓൾറെഡി മാൽ ഫങ്ഷണൽ. മാൽ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫങ്ഷൻ ഒന്നും ചെയ്യുന്നില്ല, ഇൻഇലാസ്റ്റിക് ആണ്. അപ്പോ എന്താവും? ഇറ്റ് ഡസ് നോട്ട് പെർമിറ്റ് എക്സ്പൾഷൻ ഓഫ് ഓൾഡ് എയർ. എന്ത് എഴുതാൻ പറ്റും? ഡ്യൂറിങ് എക്സ്പിറേഷൻ it does not permit exhalation of old air. അതായത് ആൽവെലാർ സാക്കിൽ ഓൾറെഡി ഉള്ള ഓൾഡ് എയർ എന്താണ്? പുറത്തേക്ക് എക്സലേഷൻ അല്ല, എക്സ്പൾഷൻ. എക്സ്പെൽഡ് ഔട്ട് ആവുന്നില്ല. ഇനി എന്ത് ചെയ്തു? ഓൾറെഡി നമ്മുടെ ആൽവെലാർ വാൾ പോയി. അതിനനുസരിച്ച്
അത് എക്സ്പാൻഡ് ആവുന്നില്ല. ഇപ്പൊ എന്താണ്, ഇപ്പൊ അത് കൺട്രാക്റ്റും ആവുന്നില്ല ടു എക്സ്പെൽ ഔട്ട് ദി ഓൾഡ് എയർ. അപ്പൊ ഓൾഡ് എയർ ഇസ് ഓൾറെഡി ഫില്ലിംഗ് അപ്പ് ഇൻസൈഡ് ദി ആൽവലൈ. അപ്പൊ ഇതിൽ ഓൾഡ് എയർ പുറത്തോട്ടും പോകുന്നില്ല, നല്ല എയർ ഉള്ളോട്ടും വരുന്നില്ല. അപ്പൊ ഇത് പുറത്തോട്ട് പോവാത്തത് കൊണ്ട് എന്ത് പറ്റും, പുതിയ എയർ വരുമ്പോ, പുതിയ ഓക്സിജൻ റിച്ച് എയർ വരുമ്പോ അതിന് ഒക്യുപ്പൈ ചെയ്യാനുള്ള സ്പേസ് കുറയും. thus decreased space for new oxygen rich air. എന്താണ് കാരണം? alveolar sacs already filled with old air, which is unable to be expelled. അപ്പോ ഇത്രയും കേസസ് ആണ് എന്തിൽ പറ്റുന്നത്, എംഫൈസീമയിൽ നടക്കുന്നത്. അപ്പൊ പ്രൊലോങ്ഡ് സ്മോക്കിംഗ് അതാണ് മെയിൻ കോസ്. ഇനി പ്രൊലോങ്ഡ് സ്മോക്കിംഗ് ഉണ്ടാകുമ്പോൾ ഒരു ക്രോണിക് ഡിസോർഡർ ഡെവലപ്പ് ആവുന്നു. ആ ക്രോണിക് ഡിസോർഡറിൽ എന്താണ് സംഭവിക്കുന്നത്, ആൽവലൈന്റെ വാൾസ് ഡാമേജ് ആവുന്നു. വാൾസ് ഡാമേജ് ആവുന്നതിന്റെ കൂടെ എന്ത് ചെയ്തു, ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്നു. ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുമ്പോൾ പുതിയ എയർ വരുമ്പോൾ ഇൻഹലേഷന്റെ സമയത്ത് റപ്ചർ നടക്കും ഇന്നർ വാൾസിന്റെ, ആൻഡ് ഇഫക്റ്റീവ് സർഫസ് ഏരിയാസ് ഡിക്രീസ്ഡ് ഫോർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ഇനി എക്സ്പിരേഷന്റെ സമയത്ത് പഴയ ഓൾഡ് എയർ എക്സ്പെൽ ഔട്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. അങ്ങനെ ന്യൂ ഓക്സിജൻ റിച്ച് എയർ ഒരിക്കലും എങ്ങോട്ടേക്ക് എത്തുന്നില്ല, ബ്ലഡില് ആൽവലാർ കാപ്പിലറീസിലേക്ക് എത്തുന്നില്ല. അങ്ങനെ പറ്റും എന്ത് വരും, റെസ്പിറേറ്ററി എഫിഷ്യൻസി കുറയും, ബ്രീതിങ് ഡിഫിക്കൽട്ടീസ് വന്നു തുടങ്ങും. അപ്പൊ ഇത്രയാണ് എംഫൈസീമയിൽ നടക്കുന്ന കാര്യങ്ങൾ. അപ്പോ ദ റീസൺ വൈ സിഗരറ്റ് കോസസ് എംഫൈസീമ എന്താണ്, സിഗരറ്റിലെ സബ്സ്റ്റൻസസ് ഡാമേജസ് ദി ആൽവലാർ വാൾസ് ആൻഡ് അതിന്റെ ബാക്കിയുള്ള സബ്സിക്വന്റ് കോൺസിക്വൻസസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി next question, what is the amount of oxygen supplied to tissues through every 100 ml of oxygenated blood under normal physiological condition? അതായത് നോർമൽ ഫിസിയോളജിക്കൽ കണ്ടീഷനിൽ എത്ര amount of oxygen ആണ് ടിഷ്യൂസിന് കിട്ടുന്നത്, അതായത് ത്രൂ എവറി 100 ml of oxygenated blood. നമുക്കറിയാം എന്ത്, ടിഷ്യൂസിന്റെ അടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡ് ആരുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നു, നമ്മുടെ ഓക്സിജൻ റിച്ച് ബ്ലഡുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നു ടിഷ്യൂസിലേക്ക്. അപ്പോ അങ്ങനെ വരുന്ന ഓക്സിജനേറ്റഡ് ബ്ലഡ് ടിഷ്യൂസിന് കൊടുക്കണമല്ലോ. അപ്പൊ ഓരോ 100 ml ഓഫ് ഓക്സിജനേറ്റഡ് ബ്ലഡും എത്ര amount ഓഫ് ഓക്സിജൻ ആണ് കൊടുക്കുന്നത് അണ്ടർ നോർമൽ ഫിസിയോളജിക്കൽ കണ്ടീഷൻ. ഇതില് അറിയണമെങ്കിൽ നമുക്ക് എന്തറിയണം, നോർമൽ കേസസിൽ ഓരോ 100 ml ബ്ലഡിലും എത്ര ഹീമോഗ്ലോബിൻ ഉണ്ടെന്ന് അറിയണം. ഓരോ 100 ml ബ്ലഡിലും അറൌണ്ട് 50 gram ഓഫ് ഹീമോഗ്ലോബിൻ ഉണ്ട്. ഇനി നമുക്കറിയാം ഒരു ഗ്രാം ഹീമോഗ്ലോബിൻ എത്ര ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യും? ഒരു ഗ്രാം ഹീമോഗ്ലോബിന് 1.34 ml ഓക്സിജൻ ആയിട്ട് കമ്പൈൻ ചെയ്ത് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമുക്കറിയാം ഓക്സിജൻ ആരുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടാണ് പോകുന്നത്, ഹീമോഗ്ലോബിൻ ഇൻസൈഡ് ദി ആർബി. അപ്പൊ ഒരു ഗ്രാമിന് 1.34 ml ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോ 100 ml ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 100 ml ഓഫ് ഓക്സിജനേറ്റഡ് ബ്ലഡ് 15 gram ഹീമോഗ്ലോബിൻ ഉണ്ട്. അപ്പോ 15 gram, ഒരു ഗ്രാം 1.34 ml ആണ് ക്യാരി ചെയ്യുന്നത്. 15 gram എത്ര ml ക്യാരി ചെയ്യണം? 15 into 1.34. അത് നമുക്ക് എത്ര കിട്ടും? നിയർലി 20 ml ഓക്സിജൻ കിട്ടും. ഇനി 20 ml ഓക്സിജൻ ആണ് 100 ml ഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്യുന്നത്. നമുക്ക് എന്തറിയാൻ പറ്റും? ഈ 20 ml എന്ത് പറ്റും? ഔട്ട് ഓഫ് ദിസ് 20 ml ഓഫ് ഓക്സിജൻ എവറി 100 ml ഓഫ് ഓക്സിജനേറ്റഡ് ബ്ലഡ് എത്ര സപ്ലൈ ചെയ്യുന്നുണ്ട് ടിഷ്യൂസിന്? 100 ml ഓഫ് ഓക്സിജനേറ്റഡ് ബ്ലഡ് എടുത്ത് നോക്കിയാൽ
അതില് കംപ്ലീറ്റ്ലി നമുക്ക് സപ്ലൈ കൊടുക്കുന്നില്ല. പിന്നെ എത്രയും സപ്ലൈ കൊടുക്കുന്നുള്ളൂ? 5 ml ഓഫ് ഓക്സിജൻ മാത്രമേ സപ്ലൈ ചെയ്യുന്നുള്ളൂ ഇൻടു ടിഷ്യൂസ്. അപ്പോ 100 ml ഓക്സിജനേറ്റഡ് ബ്ലഡ് ടിഷ്യൂസിന്റെ അടുത്തേക്ക് കൂടി പോവാണ്. പക്ഷെ അതിൽ ടോട്ടൽ 20 ml ഓക്സിജൻ ഉണ്ട്. പക്ഷെ ഈ 20 ml ഏതിലോട്ട് കൊടുക്കുന്നില്ല? ടിഷ്യൂസിലേക്ക് കൊടുക്കുന്നില്ല. പകരം എത്രയേ കൊടുക്കുന്നുള്ളൂ? അതിലെ 1/4 ആയിട്ടുള്ള 5 ml മാത്രമേ ടിഷ്യൂസിലേക്ക് കൊടുക്കുന്നുള്ളൂ. അപ്പൊ അതിന്റെ ആൻസർ എന്തായിരിക്കും? 5 ml ഓഫ് ഓക്സിജൻ. അല്ലാണ്ട് 100 ml ടോട്ടൽ ഓക്സിജൻ 20 ml ഉണ്ട്, അത് കംപ്ലീറ്റ്ലി എക്സ്ചേഞ്ച് ചെയ്യുന്ന വിചാരിക്കരുത്. അങ്ങനെ വിചാരിച്ച ആൻസർ തെറ്റും. ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത് 1 gram ഹീമോഗ്ലോബിൻ എത്ര ക്യാരി ചെയ്യുന്നു ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ആൻഡ് 100 ml ബ്ലഡില് എത്ര ഗ്രാം ഹീമോഗ്ലോബിൻ കൂടി അറിയണം, എന്നാലേ കംപ്ലീറ്റ് കാൽക്കുലേഷൻ അറിയുള്ളൂ. ആൻഡ് തേർഡ് പോയിന്റ് ബീങ് എത്ര ഓക്സിജൻ ഉണ്ടായാലും അത് കംപ്ലീറ്റ്ലി ടിഷ്യൂസിന് എടുത്ത് കൊടുക്കില്ല, അതില് 1/4 കൊടുക്കുന്നുള്ളൂ. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മേജർ പെർസെന്റേജ്, അതായത് 97% ഓഫ് ഓക്സിജൻ എടുത്തു നോക്കിയാലും നമ്മുടെ ബ്ലഡില് RBCന്റെ ഹെൽപ്പോട് കൂടിയാണ്. സെവൻത് ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ സെവൻത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? അറേഞ്ച് ദി ഫോളോയിങ് ടേംസ് ബേസ്ഡ് ഓൺ ദർ വോള്യൂംസ് ഇൻ ആൻ അസെൻഡിങ് ഓർഡർ. 4 ഡിഫറെന്റ് ടൈപ്സ് വോള്യൂംസ് ആൻഡ് കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ കുറഞ്ഞ വാല്യൂയിൽ നിന്ന് കൂടുതൽ വാല്യൂയിലേക്ക് എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പോ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്ന ടൈഡൽ വോള്യൂം. ടൈഡൽ വോള്യൂം എങ്ങനെയാണ്? നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്താണ് അറ്റ് ദി ബിഗിനിങ്. അത് എന്താണ്? നോർമൽ ബ്രീത്തിങ്ങിൽ ഒരു മനുഷ്യൻ ഇൻസ്പയർ ചെയ്യുന്ന എമൗണ്ട്, അല്ലെങ്കിൽ നോർമൽ ബ്രീത്തിങ്ങിൽ ഒരു മനുഷ്യൻ എക്സ്പയർ ചെയ്യുന്ന എമൗണ്ട്, അത് എത്രയാണ്? 500 ml. അത് ഫാക്ട് ആണ്, ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കേണ്ട സാധനം. ഇനി സെക്കൻഡ് റെസിഡ്യുവൽ വോള്യൂം. റെസിഡ്യുവൽ വോള്യൂം എന്താണ്? ലങ്ങിന് എപ്പോഴും റിസൈഡ് ചെയ്യുന്ന വോള്യൂം. നമ്മൾ ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്ത് കഴിഞ്ഞാലും പോവാത്ത റിമൈനിങ് ആയിട്ട് കിടക്കുന്ന വോള്യൂം, അതാണ് റെസിഡ്യുവൽ വോള്യൂം. അതിന്റെ എമൗണ്ടും എന്താണ്? ഫാക്ട് ആണ്, ബൈ ഹാർട്ട് ചെയ്ത് അറിഞ്ഞിരിക്കണം. 1100 to 1200 ml. ഇനി ഇൻസ്പിരേറ്ററി റിസർവ് വോള്യൂം. ഇൻസ്പിരേറ്ററി റിസർവ് വോള്യൂം എന്താണ്? നമുക്കറിയാം, ഓൾറെഡി നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ കുറച്ച് നോർമൽ ബ്രീത്തിങ്ങിന് ടൈഡൽ വോള്യൂം ആണ് ഉള്ളിലോട്ട് എടുക്കുന്നത്, ഇൻസ്പയർ ചെയ്യുന്നത്. അത് കൂടാണ്ട് എക്സ്ട്രാ എമൗണ്ട് ഓഫ് വോള്യൂം ബി ടേക്കൻ ഡ്യൂറിങ് ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ, അതാണ് ഇൻസ്പിരേറ്ററി റിസർവ് വോള്യൂം. അത് നമ്മൾ എത്രയാന്ന് അറിഞ്ഞിരിക്കണം, അതും ഫാക്ട് ആണ്, അറിഞ്ഞിരിക്കാനാണ്. ഓൺലി ദ കപ്പാസിറ്റി കൻ കാൽക്കുലേറ്റ് ഫ്രോം ദി ഫോർമുല. ബാക്കിയുള്ള വോള്യൂംസ് എന്താണ്? ഗിവൺ വാല്യൂ ഫാക്ട് ആയതെന്ന് അറിഞ്ഞിരിക്കുക. അത് 2500 to 3000 ml ആണ്. ഇനി ഡി ചോദിച്ചിരുന്ന എക്സ്പിരേറ്ററി കപ്പാസിറ്റി. എക്സ്പിരേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നോർമൽ ഇൻസ്പിരേഷന് ശേഷം ദ ടോട്ടൽ വോള്യൂം എത്രയാണ് അയാൾക്ക് എക്സ്പയർ ചെയ്യാൻ പറ്റുക, അതാണ് എക്സ്പിരേറ്ററി കപ്പാസിറ്റി. അപ്പൊ അത് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എക്സ്പിരേറ്ററി കപ്പാസിറ്റി യൂസിങ് ദ ഫോർമുല എക്സ്പിരേറ്ററി റിസർവ് വോള്യൂം പ്ലസ് ടൈഡൽ വോള്യൂം. അതൊന്ന് ആലോചിച്ച് നോക്ക്. എക്സ്പിരേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എത്ര എക്സ്പയർ ചെയ്യാൻ പറ്റും, ആൻഡ് ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ എത്ര എക്സ്പയർ ചെയ്യാൻ പറ്റും ആഫ്റ്റർ എ നോർമൽ ഇൻസ്പിരേഷൻ. അപ്പൊ എന്താണ്? അതിൽ നോർമലി ഇൻസ്പയർ ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പൊ നോർമലി എക്സ്പയർ ചെയ്യാൻ പറ്റുന്നത് ഇനി എത്രയാണ്? ആ ടൈഡൽ വോള്യൂം. ആ ടൈഡൽ വോള്യത്തിനോടുകൂടി ദ എക്സ്ട്രാ എമൗണ്ട് വി കൻ എക്സ്ഹേൽ യൂസിങ് ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ. അപ്പോ അത് എത്രയാണ്? ERV പ്ലസ് EV നമുക്കറിയാം എത്രയാണ്? ഓൾമോസ്റ്റ് 500 ml ആണ്. ERV 1100 to 1200 ml ആണ്. അത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1500 to 1600 ml. അപ്പൊ അതിന്റെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച്മെന്റ് എങ്ങനെയായിരിക്കും? ഏറ്റവും കുറവ് ടൈഡൽ വോള്യൂം, അത് കഴിഞ്ഞ് ആര് വന്നു? കുറച്ചും കൂടി കൂടിയത് റെസിഡ്യുവൽ വോള്യൂം, അത് കഴിഞ്ഞ് എക്സ്പിരേറ്ററി കപ്പാസിറ്റി, ആൻഡ് ഫൈനലി ഇൻസ്പിരേറ്ററി റിസർവ് വോള്യൂം. ഇത്രയാണ് സെവൻത് ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത്. ഇനി എയ്ത്ത് ക്വസ്റ്റ്യന് ചോദിച്ചിരുന്ന കംപ്ലീറ്റ് ദ മിസ്സിംഗ് ടേംസ്. ഫസ്റ്റ് തിങ്, ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി ഡാഷ് പ്ലസ് IRV എന്നാണ് പറയുന്നത്. ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം അറിയണം. എന്താണ് ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ? ആഫ്റ്റർ എ നോർമൽ എക്സ്പിരേഷൻ ഒരു മനുഷ്യന് എത്രത്തോളം ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? നോർമലി നമ്മൾ എക്സ്പയർ ചെയ്തു, അതായത് നമ്മുടെ ടൈഡൽ വോള്യൂം എക്സ്പയർ ചെയ്ത് കളഞ്ഞു. ഇനി ടോട്ടൽ എമൗണ്ട് നമുക്ക് എത്ര ഉള്ളിലേക്ക് എടുക്കാൻ പറ്റും? ആദ്യം നോർമലി എക്സ്പയർ ചെയ്യുക, കുറച്ച് നോർമലി ഇൻസ്പയർ ചെയ്യാൻ പറ്റും, ദ സെയിം ടൈഡൽ വോള്യൂം. അത് കഴിഞ്ഞ് ഫോഴ്സ്ഫുള്ളി നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ ആ എക്സ്ട്രാ വോള്യൂം ഓഫ്
ഇൻസ്പയർഡ് എമൗണ്ട് ഫോഴ്സ്ഫുള്ളി അതും കൂടി ആഡ് ചെയ്യുക. അതായത് ടൈഡൽ വോളിയം ബേസിക്കലി നമ്മൾ നോർമലി ഇൻസ്പയർ ചെയ്യുന്നത്, അത് കഴിഞ്ഞ് നമുക്ക് എക്സ്ട്രാ അഡീഷണലി നമുക്ക് ഇൻസ്പയർ ചെയ്യാം യൂസിങ് ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ, അത് ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം. അപ്പൊ അതിന്റെ ആൻസർ എന്ത് വരും? IC ഈക്വൽസ് IRV പ്ലസ് ടി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ERV പ്ലസ് ടി വി എന്താണ്? ടി വി എന്ന് പറയുന്നത് നോർമൽ എത്രയാണ് എക്സ്പയർ ചെയ്യുന്നത്, അത് പ്ലസ് നമ്മൾ എക്സ്പൈറേറ്ററി റിസർവ് വോളിയം കൂടി ആഡ് ചെയ്യാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എക്സ്പിരേറ്ററി കപ്പാസിറ്റി. അതായത് എക്സ്പിരേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നോർമൽ ഇൻസ്പിരേഷൻ കഴിഞ്ഞ് ഒരു മനുഷ്യന് എത്രത്തോളം എക്സ്പയർ ചെയ്യാൻ പറ്റും. നോർമൽ ഇൻസ്പിരേഷൻ കഴിഞ്ഞ് നോർമലി എക്സ്പയർ ചെയ്യാം, വിച്ച് ഇസ് ടൈഡൽ വോളിയം പ്ലസ് അഡീഷണൽ എമൗണ്ട് ഓഫ് വോളിയം ദേ കൻ എക്സ്പയർ. അതെന്താണ്? എക്സ്പിരേറ്ററി റിസർവ് വോളിയം. അപ്പൊ ടോട്ടൽ നമുക്ക് എക്സ്പിരേറ്ററി കപ്പാസിറ്റി കിട്ടും. ഇനി ഫങ്ഷണൽ റെസിഡ്യൂൽ കപ്പാസിറ്റി എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഫങ്ഷണൽ റെസിഡ്യൂൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ദ ടോട്ടൽ എമൗണ്ട്, അതായത് ഓൾറെഡി നമ്മുടെ ഫങ്ഷണൽ റെസിഡ്യൂൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടലി നമുക്ക് എത്ര എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പയർ ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ള എത്രയുണ്ട് അത് പ്ലസ് നമ്മുടെ ഓൾറെഡി എപ്പോഴും ഉള്ള റെസിഡ്യൂൽ വോളിയം. അപ്പൊ നമുക്കത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? FRC ഈക്വൽസ്, ആ ഫോർമുല മെൻസിയാർഡിൽ കൊടുത്തിട്ട് FRC ഈക്വൽസ് ERV പ്ലസ് എന്താണ്? RV ആണ്, അല്ല, കാരണം എന്താ, ടി വി എടുത്താൽ അതെന്താവും? എക്സ്പിരേറ്ററി കപ്പാസിറ്റി ആവും. ഇവിടെ ഫങ്ഷണൽ റെസിഡ്യൂൽ കപ്പാസിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ആൻസേഴ്സ് ജസ്റ്റ് ഒന്ന് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് എഴുതിക്കൊണ്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദി ഓർഗൻസ് ഓഫ് റെസ്പിറേഷൻ ഇൻ ദി ഫോളോയിങ് ഓർഗാനിസംസ്. ഓരോന്നിന്റെയും ഓർഗൻസ് എഴുതാനാണ്, അത് ഈസിയാണ്, ഫാക്ട്സ് ആണ്, അറിയെങ്കിൽ എഴുതുക, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ. നോട്ട് ചെയ്ത് വെക്കുക അറിയില്ലെങ്കിൽ. ഫ്ലാറ്റ് ഫോമിന്റെ എന്താണ്? ഫ്ലാറ്റ് ഫോം കംസ് അണ്ടർ പ്ലാറ്റി ഹെൽമിന്തസ്. പ്ലാറ്റി ഹെൽമിന്തസ് എങ്ങനെയാണ്? മോസ്റ്റ്ലി ഇന്റസ്റ്റൈനിലും മറ്റിടത്തും പാരസൈറ്റ്സ് ആയിട്ട് കഴിയുന്നവരാണ്. അപ്പോ അവരുടെ റെസ്പിറേഷൻ എന്ന് പറയുന്നത് അവർക്ക് എന്താണ്? വലിയൊരു ഫങ്ഷൻ അല്ല. അപ്പോ എൻറ്റയർ ബോഡി സർഫസ് ആയിരിക്കും അവരുടെ റെസ്പിറേറ്ററി മെക്കാനിസം നോക്കി നടത്തുന്നത്, അല്ലാണ്ട് അവർക്ക് സ്പെസിഫിക്കലി ഓർഗൻസ് ഒന്നുമില്ല. എൻറ്റയർ ബോഡി സർഫസ്. ഇനി ബേർഡ്സിന്റെ കേസിലാണ്, ബേർഡ്സ് ആൻഡ് മാമൽസ് ആർ മോസ്റ്റ് അഡ്വാൻസ്. അപ്പൊ അവർക്ക് എന്തുണ്ടാവും? ലങ്സ് ഉണ്ടാവും. ഇനി ഫ്രോഗില് നമുക്കറിയാം, ഫ്രോഗ് ആംഫിബിയൻ ആണ് ആൻഡ് ബോത്ത് ലാൻഡിലും വാട്ടറിലും ജീവിക്കും. അപ്പോ വാട്ടറിൽ ദേ യൂസ് മോയിസ്റ്റ് സ്കിൻ, ഡിറക്റ്റ് ബോഡി സർഫസിലെ മോയിസ്റ്റ് സ്കിൻ വഴി എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് നടത്തും. ആൻഡ് ലാൻഡിൽ അവർ എന്തുപയോഗിക്കും? ലങ്ങും യൂസ് ചെയ്യും. ഇനി കോക്രോച്ച് എന്താണ്? നമ്മൾ ഡിസ്കസ് ചെയ്ത മൾട്ടിപ്പിൾ ചോയ്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറക്റ്റ് റെസ്പിറേഷൻ നടത്തുന്നവരാണ് ഇൻസെക്ട്സ്. ഡിറക്റ്റ് എന്ന് പറഞ്ഞാൽ ത്രൂ ട്രക്കിയൽ ട്യൂബ് ഡിറക്റ്റ് അവർ എക്സ്ചേഞ്ച് നടത്തും വിത്ത് ദി അറ്റ്മോസ്ഫിയറിക് എയർ. ഇത്രയാണ് 9th ക്വസ്റ്റ്യൻ. ഇനി 10th ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണെങ്കിൽ 10th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നെയിം ദി ഇമ്പോർട്ടന്റ് പാർട്സ് ഇൻവോൾവ്. എന്തില്? ഇൻ ക്രിയേറ്റിംഗ് എ പ്രഷർ ഗ്രേഡിയന്റ് ബിറ്റ്വീൻ ലങ്സ് ആൻഡ് ദി അറ്റ്മോസ്ഫിയർ. അപ്പോ നമുക്കറിയാം റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കണമെങ്കിൽ എന്ത് വേണം? ആദ്യം നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ എയർ വലിച്ചെടുക്കണം എന്നുള്ളൊരു ആവശ്യം ഉണ്ടെങ്കിൽ അതിന് എന്ത് വേണം? നമുക്കറിയാം ഒരു പ്രഷർ ഗ്രേഡിയന്റ് വേണം. വേറെ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്താണ്. പ്രഷർ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷർ ഡിഫറൻസ്. നമുക്ക് എപ്പോഴും അറിയാം, എന്തെങ്കിലും ഒരു സാധനം ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റോ പ്രഷർ ഗ്രേഡിയന്റോ എന്തെങ്കിലും വേണം. അപ്പൊ അങ്ങനെയുള്ള പ്രഷർ ഗ്രേഡിയന്റ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്കറിയാം, ഇൻഹെയിൽ ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് ഇൻട്രാതൊറാസിക് പ്രഷർ ഉണ്ടാവാണ് ആൻഡ് എക്സ്ഹെയിൽ ചെയ്യുമ്പോൾ പോസിറ്റീവ് ഇൻട്രാതൊറാസിക് പ്രഷർ ഉണ്ടാവാണ്. ഈ നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ റിലേറ്റീവ്ലി പറയുന്നതാണ്. അപ്പൊ അങ്ങനെ റിലേറ്റീവ്ലി പറയുന്ന വിത്ത് റെസ്പെക്ട് ടു പ്രഷർ ഗ്രേഡിയന്റ് ആണ്. അപ്പോൾ അതിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് പാർട്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? നമ്മുടെ ബോഡിയിൽ ഡയഫ്രം ഉണ്ട്. ഡയഫ്രം ആൻഡ് ഓൾസോ ഇന്റർകോസ്റ്റൽ മസിൽസ് ഉണ്ട്. ഈ ഡയഫ്രം ആൻഡ് ഇന്റർകോസ്റ്റൽ മസിൽസ് ആണ് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്? നെഗറ്റീവും പോസിറ്റീവും, നെഗറ്റീവ് തൊറാസിക് പ്രഷറും പോസിറ്റീവ് തൊറാസിക് പ്രഷറും ഒക്കെ ഉണ്ടാക്കാൻ ആര് ഹെൽപ്പ് ചെയ്യാണ്? ഡയഫ്രത്തിന്റെയും ഇന്റർകോസ്റ്റൽ മസിൽസിന്റെയും എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത്? അവരുടെ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷണൽ രീതികളാണ് ഹെൽപ്പ് ചെയ്യുന്നത്.
ഇന്റർകോസ്റ്റൽ മസിൽസ് എന്ന് എന്താ? ദ മസിൽസ് പ്രസന്റ് ബിറ്റ്വീൻ ദ റിബ്സ്. അതന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, എക്സ്റ്റേണലും ഇന്റേണലും. അപ്പൊ അതിന്റെ ആൻസർ ഡയഫ്രം ആൻഡ് ദി ഇന്റർകോസ്റ്റൽ മസിൽ. ഇതിന്റെ ആൻസർ ഇനി എങ്ങാനും കിട്ടുന്നില്ല, ഡൗട്ട് ഉണ്ടെന്ന് നോക്കിയാൽ ഒരു ഡയഗ്രം ഉണ്ട്. ആ ഡയഗ്രത്തിൽ നമ്മൾ എന്താണ് കാണിക്കുന്നത്? നമ്മൾ എയർ എങ്ങനെയാണ് മൂവ്മെന്റിനനുസരിച്ച് ഡയഫ്രം ആൻഡ് ബാക്കിയുള്ള ഇന്റർകോസ്റ്റൽ മസിൽസ് മൂവ് ചെയ്യുന്ന എന്നുള്ളൊരു ഡയഗ്രം ഉണ്ട്. അതില് ഇതാണ് ഇൻ കേസ് ഇതാണ് ലങ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ, ഇതാണ് ലങ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിന്റെ താഴെ ഡയഫ്രം ഉണ്ട്. അപ്പോ പുറത്തോട്ട് ഏതെങ്കിലും ഒരു കേസ് പഠിക്കാം, മറ്റേ കേസ് സ്വന്തം വന്നോളൂ ഓൺ ഇറ്റ്സ് ഓൺ. അല്ലെങ്കിൽ രണ്ടും പഠിച്ചാൽ ലാസ്റ്റ് കൺഫ്യൂഷൻ ആവും. അപ്പോൾ എയർ പുറത്തോട്ട് പോകാന്ന് വിചാരിക്കും. അപ്പോൾ എയർ പുറത്തോട്ട് പോകുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ഡയഫ്രമും എന്ത് പറ്റാണ്? ഇറ്റ് ഗെറ്റ് കോൺട്രാക്റ്റഡ് ആൻഡ് എന്ത് ചെയ്യാണ്? അത് അതിനനുസരിച്ച് മേലോട്ട് പോവാണ്. ആൻഡ് നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന സമയത്താണെങ്കിൽ, ഇൻസ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ മൂവ്മെന്റ് എങ്ങനെയാണ് നമുക്കറിയാം. ഇൻസ്പയർ ചെയ്യുമ്പോൾ ലങ് പാരൻകൈമ എക്സ്പാൻഡ് ചെയ്യും. അപ്പൊ നമ്മുടെ ഡോം ഷേപ്ഡ് ഡയഫ്രം ഫ്ലാറ്റൻഡ് ആവും ആൻഡ് ഓൾസോ അത് താഴോട്ടേക്ക് മൂവ് ചെയ്യും. അപ്പൊ അങ്ങനെ എങ്ങനെയാണ് അവരുടെ റെസ്പെക്റ്റീവ് മൂവ്മെന്റ്സ് എന്നുള്ള രീതിയിൽ ആലോചിച്ചു നോക്കാം. ഈ മൂവ്മെന്റ്സ് വിത്ത് റെസ്പെക്ട് ടു റിബ്സ് പഠിക്കണം, സ്റ്റേർണം പഠിക്കണം, ലങ്സ് പഠിക്കണം ആൻഡ് ഡയഫ്രം പഠിക്കണം. അതായത് ഫോർ എക്സാമ്പിൾ എക്സ്പിറേഷന്റെ സമയത്ത് എടുക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പയർ ചെയ്യുമ്പോൾ എന്ത് പറ്റാണ്? വിത്ത് റെസ്പെക്ട് ടു റിബ്സ് എങ്ങനെയാണ്, വിത്ത് റെസ്പെക്ട് ടു സ്റ്റേർണം മൂവ്മെന്റ് എങ്ങനെയാണ്, വിത്ത് റെസ്പെക്ട് ടു ലങ്സ് മൂവ്മെന്റ് എങ്ങനെയാണ്, ആൻഡ് വിത്ത് റെസ്പെക്ട് ടു ഡയഫ്രം എന്താണ് നടക്കുന്നതെന്ന് അറിയാം. എക്സ്പയർ ചെയ്യാണ്, എക്സ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ എയർ പുറത്തോട്ട് കളയാണ്. അപ്പൊ ലങ് എന്ത് പറ്റും? ലങ് പതുക്കെ ഷ്രിങ്ക് ചെയ്യാൻ തുടങ്ങും. അതായത് നമ്മൾ എക്സ്പയർ ചെയ്യുമ്പോൾ എന്ത് പറ്റാണ്? ഉള്ളിലത്തെ ലങ് പാരൻകൈമിനെ ട്രാപ്പ് ചെയ്തിരിക്കുന്ന എയർ നമ്മൾ പുറത്തോട്ട് കളയാണ്. അപ്പോ ലങ്സ് ഷ്രിങ്ക് ചെയ്യാൻ തുടങ്ങും ആൻഡ് റിബ്സ് ആൻഡ് സ്റ്റേർണം എന്ത് പറ്റും? മൂവ് ഡൗൺവേർഡ് ആൻഡ് ഇൻവേർഡ്. താഴോട്ട് ആൻഡ് ഇൻവേർഡ്സ് മൂവ് ചെയ്യാൻ തുടങ്ങും. അതേപോലെ ഡയഫ്രം എങ്ങനെയാണ്? ഡോം ഷേപ്പ് അക്വയർ ചെയ്യും. ഡോം ഷേപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ നാച്ചുറൽ ഷേപ്പ് ഇങ്ങനെയാണ്. ആൻഡ് ഇൻസ്പയർ ചെയ്യുമ്പോൾ ഇവിടത്തോട്ട് എയർ വരെയാണ് ഡയഫ്രത്തിന്. ഡയഫ്രം എന്ത് ചെയ്യും? പതുക്കെ പതുക്കെ ഫ്ലാറ്റൻഡ് ആവും. എക്സ്പയർ ചെയ്യുമ്പോൾ ഇത് തിരിച്ച് ഡോം ഷേപ്പിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ ഏതെങ്കിലും ഒരു കേസ് പഠിക്കുക ആൻഡ് അതിനനുസരിച്ച് എഴുതാൻ അറിഞ്ഞു. ഇനി ഷോർട്ട് ആൻസർ ടൈപ്പിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഈസി ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് ഡിഫറെന്റ് മോഡ്സ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ട്രാൻസ്പോർട്ട് ഇൻ ബ്ലഡ്. കാർബൺ ഡയോക്സൈഡ് എങ്ങനെയാണ് ബ്ലഡിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. CO2 ട്രാൻസ്പോർട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. മൈന്യൂട്ട് ക്വസ്റ്റ്യൻ വിച്ച് ഇസ് ഓൾറെഡി ഗിവൺ ഇൻ ടെക്സ്റ്റ് ബുക്ക്. കൺഫ്യൂസ്ഡ് ആവാണ്ട് നോക്കാനുള്ള പാർട്ടാണ്. അപ്പോ നമുക്കറിയാം മെയിൻലി എങ്ങനെ 3 ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് 3 ഫോംസ് ആയിട്ടാണ് കാർബൺ ഡയോക്സൈഡ് ട്രാൻസ്പോർട്ട് നടക്കുന്നത്. അതിൽ ഒന്നാമത്തെ കേസ് എന്താണ്? ചെറിയൊരു എമൗണ്ട് നമ്മൾ ഓക്സിജൻ പറഞ്ഞ 3% ഡിസോൾവ്ഡ് സ്റ്റേറ്റ് പ്ലാസ്മയിൽ പോകുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കാർബൺ ഡയോക്സൈഡും അറൌണ്ട് 7% ഓഫ് CO2 എങ്ങനെയാണ് പോകുന്നത്? ഡിസോൾവ്ഡ് സ്റ്റേറ്റിലാണ് പോകുന്നത്. ഇനി സെക്കൻഡ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എങ്ങനെയാണ്? ആസ് കാർബാമിനോ കമ്പൗണ്ട്, കാർബാമിനോ ഹീമോഗ്ലോബിൻ ഒക്കെ ആയിട്ട് പോകുന്നതാണ്. അതായത് CO2 ആരുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു? ഡയറക്ട്ലി വിത്ത് ദ ഹീമോഗ്ലോബിൻ. അങ്ങനെ കാർബാമിനോ ഹീമോഗ്ലോബിൻ ആയിട്ട് ഇതാക്കുന്നു. ആൻഡ് ഇത് എത്ര ശതമാനമാണ് കാർബാമിനോ കമ്പൗണ്ട്സ് ആയിട്ട്? അറൌണ്ട് 23%. അപ്പോ ഈ കാർബാമിനോ കമ്പൗണ്ട് അല്ലെങ്കിൽ ഇവരുടെ ബൈൻഡിങ് ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? അതായത് ടിഷ്യൂസില് PCO2 കൂടുതലാണ് ആൻഡ് CO2 കുറവാണെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് പറ്റും? ട്രാൻസ്പോർട്ടിന് എയ്ഡ് ചെയ്യാൻ വേണ്ടി മോർ ബൈൻഡിങ് ഓഫ് കാർബൺ ഡയോക്സൈഡ് നടക്കും. മോർ ബൈൻഡിങ് ഓഫ് CO2 വിത്ത് ഹീമോഗ്ലോബിൻ. ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ടിഷ്യൂസിൽ
ജനറലി ഓക്സിജൻ ആണ് നമുക്ക് കൂടുതൽ വേണ്ടത്. ഇവിടെ എങ്ങനെയാണ്? ഇവിടെ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കൂടുതൽ. അപ്പൊ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കളയണം ബ്ലഡിൽ നിന്ന്. അപ്പൊ ബ്ലഡിൽ നിന്ന് കളയണം, അതായത് ടിഷ്യൂസിൽ നിന്ന് കളയണം. ടിഷ്യൂസിൽ നിന്ന് കളയണമെങ്കിൽ ആ കളയുന്നത് നമുക്ക് എങ്ങനെയാണ് പോകുന്നത്? വിത്ത് ഹെൽപ്പ് ഓഫ് കാപ്പിലറീസ്. ആ കാപ്പിലറീസിൽ കളയണമെങ്കിൽ എങ്ങനെയാ? ബ്ലഡിലേക്ക് കൂടി ട്രാൻസ്ഫർ നടത്തുന്ന വിത്ത് ദെയർ ബൈൻഡിങ്. അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഡയറക്ട്ലി ഹിമോഗ്ലോബിന്റെ തലയിൽ കയറ്റി അവരെ പറഞ്ഞു വിടാണ് ആൽവലയിലേക്ക്. അപ്പൊ എങ്ങനെയാ? ഇറ്റ് ഹാപ്പൻസ് മോർ ബൈൻഡിങ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് വിത്ത് ഹിമോഗ്ലോബിൻ. ഓക്സിജനും അല്ല, ഹിമോഗ്ലോബിൻ. അപ്പൊ ഈ ബൈൻഡിങ്ങിനെ ഡിസൈഡിങ് ഫാക്ടറാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഓപ്പോസിറ്റ് ചോദിച്ചാൽ ഓപ്പോസിറ്റ് രീതിയിൽ എഴുതാം. പാർഷ്യൽ പ്രഷർ CO2 കുറവാണ്, ഓക്സിജൻ കൂടുതലാണ്. അപ്പൊ എന്ത് പറ്റും? അത് എവിടെയാണ് നടക്കുന്നത്? ഇൻ ദി ആൽവലൈ. അപ്പൊ എന്താ? ഡിസോസിയേഷൻ ഓഫ് CO2 ഫ്രം കാർബാമിനോ ഹീമോഗ്ലോബിൻ ടേക്സ് പ്ലേസ്. അപ്പൊ ആൽവലൈന്റെ സ്റ്റേജിൽ എത്തുമ്പോൾ അവിടെ നമുക്ക് എങ്ങനെയാണ് കാണാൻ പറ്റുക? ആൽവലൈന്റെ അടുത്ത് പാർഷ്യൽ പ്രഷർ ഓക്സിജൻ ആണ് കൂടുതൽ, പാർഷ്യൽ പ്രഷർ CO2 കുറവ് അറ്റ് ദി ആൽവലാർ ലെവൽ. അപ്പൊ അവിടെ എന്ത് പറ്റും? മോർ ബൈൻഡിങ് അല്ല, ഡിസോസിയേഷൻ ആണ് ഇൻക്രീസ് ആവുന്നത്. കാരണം ഇത് ഡിസോസിയേറ്റ് ചെയ്താലേ കാർബൺ ഡൈ ഓക്സൈഡ് ആൽവലൈനിൽ കൂടി എക്സലേഷൻ വഴി നമ്മുടെ പുറത്തോട്ട് പോകാൻ പറ്റും, ബോഡിയുടെ സിസ്റ്റമിന്റെ പുറത്തോട്ട് പോകാൻ പറ്റും. മോർ ഡിസോസിയേഷൻ ഓഫ് CO2 വിത്ത് ഹീമോഗ്ലോബിൻ, അല്ലെങ്കിൽ മോർ ഡിസോസിയേഷൻ ഓഫ് കാർബാമിനോ കമ്പൗണ്ട് എന്ന് വിചാരിക്കാം. ഇത് എത്ര ശതമാനം നോട്ട് ചെയ്യാൻ? 23%. ഇനി ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഏത് രീതിയിലാണ്? ബൈകാർബണേറ്റിന്റെ ഫോമിലാണ്. ബൈകാർബണേറ്റിന്റെ ഫോമിൽ എങ്ങനെയാണ്? അതിന്റെ ഒരു ഹോൾ റിയാക്ഷൻ NCERT കൊടുത്തിട്ടുണ്ട്. CO2 വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു വിത്ത് ദി ഹെൽപ്പ് ഓഫ് കാർബോണിക് anhydrous ടു ഫോം H2CO3. കാർബോണിക് ആസിഡ് ആവുന്നു. ആൻഡ് ഈ കാർബോണിക് ആസിഡ് എന്താവാണ്? H2CO3 split ആയി H++ HCO3- and this is the bicarbonate ion. ഇനി ഈ കാർബോണിക് anhydrous ഏറ്റവും കൂടുതൽ നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുന്നത്? RBCയിലാണ് കാണാൻ പറ്റുന്നത്. RBCയിൽ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് എൻസൈം ഉണ്ട്, കാർബോണിക് anhydrous ഉണ്ട്, ആൻഡ് മൈന്യൂട്ട് amount, ഓൺലി RBC നമുക്ക് പറയാൻ പറ്റില്ല, മൈന്യൂട്ട് amount is also in plasma. ഇവിടെയൊക്കെയാണ് മിസ്റ്റേക്ക് പറ്റുന്നത്. എങ്ങനെ? സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഓപ്ഷൻസ് വരുമ്പോൾ അവർ പറയും എന്താണ്? കാർബോണിക് anhydrous ഓൺലി പ്രസന്റ് ഇൻ RBC, അല്ലെങ്കിൽ ഓൺലി പ്രസന്റ് ഇൻ പ്ലാസ്മ, ബോത്ത് RBC ആൻഡ് പ്ലാസ്മ, അല്ലെങ്കിൽ ഫോർത്ത് ഓപ്ഷൻ എന്താണ്? ഏറ്റവും മേജർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഹൈ കോൺസെൻട്രേഷൻ സൈഡ് RBC, മൈന്യൂട്ട് ഇൻ പ്ലാസ്മ. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ എഴുതേണ്ടി വരും. അതിന് ഓരോ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ബൈകാർബണേറ്റ് അയനായിട്ടും എന്ത് ട്രാൻസ്പോർട്ട് നടക്കുന്നുണ്ട്? അറൌണ്ട് 70% കാർബൺ ഡൈ ഓക്സൈഡിന്റെ ട്രാൻസ്പോർട്ട് ബൈകാർബണേറ്റ് ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഷോർട്ട് ആൻസറിന്റെ ഫസ്റ്റ് ക്വസ്റ്റൻ ആൻസർ കിട്ടും. ഇനി സെക്കൻഡ് ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത് കമ്പയർഡ് ടു ഓക്സിജൻ ഡിഫ്യൂഷൻ റേറ്റ് ഓഫ് CO2 ത്രൂ ദി ഡിഫ്യൂഷൻ മെംബ്രെയിൻ പെർ യൂണിറ്റ് ഡിഫറൻസ് ഇൻ പാർഷ്യൽ പ്രഷർ ഇസ് മച്ച് ഹയർ, എക്സ്പ്ലെയിൻ. അതായത് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും നമ്മൾ സെയിം കണ്ടീഷൻസിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡിഫ്യൂഷൻ മെംബ്രെയിൻ ഉണ്ടല്ലോ. ഡിഫ്യൂഷൻ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആൽവലൈന്റെ മെംബ്രെയിനിൽ കൂടി അക്രോസ് നോക്കുകയാണെങ്കിൽ CO2 is diffused much faster and easier than ഓക്സിജന്റെ ഡിഫ്യൂഷൻ റേറ്റ്. ഇത് എന്തുകൊണ്ടാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നമുക്ക് ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അറിയണം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ്. എന്നാലേ നമുക്ക് പറയാൻ പറ്റൂ ഏതിനാണ് കൂടുതൽ, ഏതിനാണ് കുറവ്, ആൻഡ് എന്തുകൊണ്ടാണ് അങ്ങനെ കൂടുതൽ കുറവ് എന്ന് പറയുന്ന ഒരു ഡിസ്ക്രിപ്പൻസി ഉണ്ടാവുന്നത്. ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ് ഡിപ്പെൻഡ് ചെയ്യുന്ന 3 കാര്യങ്ങളാണ്. അതിൽ 3 കാര്യങ്ങൾ ഫസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് സോല്യൂബിലിറ്റി ഓഫ് ഗ്യാസ്. ആ ഒരു ഗ്യാസിന്, പെർട്ടിക്കുലർ ഗ്യാസിന് എത്രമാത്രം സോല്യൂബിലിറ്റി ഉണ്ട് ടു ബി ഏബിൾ ടു ബി ഡിഫ്യൂസ്ഡ് അക്രോസ് ദി ഡിഫ്യൂഷൻ മെംബ്രെയിൻ. ഗ്യാസിന്റെ ഒരു പ്രോപ്പർട്ടി ആയി സോല്യൂബിലിറ്റി ഓഫ് ഗ്യാസ്. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ മെംബ്രെയിന്റെ പ്രോപ്പർട്ടി ആണ്, തിക്നെസ് ഓഫ് മെംബ്രെയിൻ.
മെംബ്രെയിനിന്റെ തിക്നെസ് കൂടുതലാണെങ്കിൽ ഡിഫ്യൂഷൻ കുറവായിരിക്കും, തിക്നെസ് കുറവാണെങ്കിൽ ഡിഫ്യൂഷൻ കൂടുതലായിരിക്കും. അങ്ങനത്തെ രീതിയിൽ തിക്നെസ് ഓഫ് മെംബ്രെയിൻ. ഇനി തേർഡ് തിങ് എന്ന് പറയുന്നത്, ഏതൊരു പാർട്ടിക്കിൾ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻ ആർ ബോഡി എന്ത് വേണം? ദർ ഷുഡ് ബി എ പ്രഷർ ഗ്രേഡിയന്റ്, അല്ലെങ്കിൽ ഒരു പാർഷ്യൽ പ്രഷറിന്റെ ഡിഫറൻസ് വേണം അക്രോസ് ദി ഡിഫ്യൂഷൻ ബാരിയർ. പാർഷ്യൽ പ്രഷറിന്റെ ഡിഫറൻസ് വേണം അക്രോസ് ദി ഡിഫ്യൂഷൻ ബാരിയർ. അപ്പോ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്തുകൊണ്ടാണ് CO2 കൂടുതൽ ഡിഫ്യൂസ് ചെയ്യുന്നത് ദാൻ ഓക്സിജൻ? അപ്പൊ അതിനെന്താണ്? ഗ്യാസിന്റെ ഡിഫറൻസ് ആണ് അവിടെ പറയുന്നത്. ആ ഗ്യാസിന്റെ ഡിഫറൻസിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? NCERT പറയുന്നു solubility of carbon dioxide in blood. Solubility of CO2 in blood എത്രയാണ്? It is almost 20 to 25 times higher than that of oxygen. അപ്പോൾ ഓക്സിജനെക്കാട്ടി solubility 20-25 times കൂടുതലാണെങ്കിൽ എന്ത് പറ്റും? ഡിഫ്യൂഷനും അതിനനുസരിച്ച് കൂടുതലായിരിക്കും ഫോർ CO2. ഇനി തിക്നെസ് ഓഫ് മെംബ്രെയിൻ. മെംബ്രെയിൻ നമ്മൾ എന്താണ്? ഒരൊറ്റ ഡിഫ്യൂഷൻ മെംബ്രെയിനേ ഉള്ളൂ ഫോർ ബോത്ത് ദി ഗ്യാസസ്. പാർഷ്യൽ പ്രഷർ ഡിഫറൻസും അത്ര വലിയ ഇമ്പോർട്ടന്റ് റോൾ വഹിക്കുന്നില്ല. രണ്ടിനും പാർഷ്യൽ പ്രഷർ ഡിഫറൻസ് ഉണ്ട്, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? ഇൻക്രീസ്ഡ് solubility ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ബ്ലഡ്. അതും അറൌണ്ട് 20-25 times than oxygen. Third question, for completion of respiration process, write the given steps in the sequential manner. അതായത് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യുക സ്റ്റെപ്സിന്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ് ഓക്സിജൻ ആൻഡ് CO2 അക്രോസ് ആൽവലാർ മെംബ്രെയിൻ. സെക്കൻഡ് പറയുന്ന ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് ബൈ ബ്ലഡ്. തേർഡ് പറയുന്ന യൂട്ടിലൈസേഷൻ ഓഫ് ഓക്സിജൻ ബൈ ദി സെൽസ് for catabolic reactions and release of CO2. Fourth one, the pulmonary ventilation by which atmospheric air is drawn in and CO2 rich alveolar air is released out. And last പറയുന്നത് diffusion of oxygen and CO2 between blood and tissue. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് റെസ്പിറേഷൻ എവിടെ വെച്ചായിരിക്കും? മൗത്തിലെ കൂടെ ഇൻസ്പിറേഷൻ. ആ പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയും? വെന്റിലേഷൻ അല്ലെങ്കിൽ ബ്രീതിങ് എന്ന് പറയും. അപ്പൊ ബ്രീതിങ് അല്ലെങ്കിൽ വെന്റിലേഷൻ വിൽ ബി ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്രീതിങ് ഓർ പൾമണറി വെന്റിലേഷൻ. അറ്റ്മോസ്ഫിയറിക് എയർ നമ്മൾ ഡ്രോൺ ഇൻ ചെയ്യാണ് ആൻഡ് CO2 റിച്ച് ആൽവലാർ എയർ പുറത്തോട്ട് വിടാണ്. അപ്പോൾ അത് ആദ്യം നടന്നു. ഇനി നമ്മുടെ ഓക്സിജൻ റിച്ച് എയർ എങ്ങോട്ടേക്ക് എത്തുന്നു? അതായത് ആൽവലയിലേക്ക് എത്തുന്നു. ആൽവലയിൽ എത്തുമ്പോൾ അക്രോസ് ദി ഡിഫ്യൂഷൻ ബാരിയർ അല്ലെങ്കിൽ ആൽവലാർ മെംബ്രെയിൻ്റെ അക്രോസ് ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ് നടക്കാണ്. അപ്പോൾ ദാറ്റ് വിൽ ബി ദ സെക്കൻഡ് സ്റ്റെപ്പ്, ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ് ഓക്സിജൻ ആൻഡ് CO2 അക്രോസ് ആൽവലാർ മെംബ്രെയിൻ. ഇപ്പോ നമ്മുടെ ബ്ലഡ് നമ്മള് ആൽവലാർ കാപ്പിലറീസിലേക്ക് ഓക്സിജൻ റിച്ച് ബ്ലഡ് എത്തുകയാണ്. ഇനി എന്താണ് നടക്കുന്നത്? ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് നമ്മൾ ഓൾറെഡി എക്സ്ചേഞ്ച് നടത്തി, ഇനി അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബ്ലഡ്. അപ്പൊ അതായിരിക്കും തേർഡ് സ്റ്റെപ്പ്, ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് ബൈ ബ്ലഡ്. ഇനി അത് കഴിഞ്ഞ് എന്ത് പറ്റും? നമ്മുടെ ഓക്സിജൻ റിച്ച് എയർ പതുക്കെ ടിഷ്യൂസിലേക്ക് എത്തും ആൻഡ് അത് ടിഷ്യൂസുമായിട്ട് എക്സ്ചേഞ്ച് നടത്തണം. അപ്പോ അതിനെന്ത് പറയാൻ പറ്റും? ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് CO2 ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂസ്. അപ്പൊ അതായിരിക്കും ഫോർത്ത് സ്റ്റെപ്പ്. ബ്ലഡിലെത്തിയ ഓൾറെഡി ഉള്ള ഗ്യാസ് എക്സ്ചേഞ്ച് നടത്തുക ആൻഡ് ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് CO2 എക്സ്ചേഞ്ച് നടത്തുക ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂ അറ്റ് ദി ടിഷ്യൂ ലെവൽ. ഇനി അത് കഴിഞ്ഞ് എന്ത് പറ്റും? ടിഷ്യൂസ് എക്സ്ചേഞ്ച് ചെയ്തു, CO2 റിച്ച് പുറത്തോട്ട് വിട്ട് ഓക്സിജൻ റിച്ച് ഉള്ളിലോട്ട് എടുത്തു. ഇനി എന്ത് ചെയ്യും? നമ്മുടെ ഓൾറെഡി എത്തിയ ഓക്സിജൻ ബാക്കിയുള്ള മെറ്റബോളിക് റിയാക്ഷൻസ് എടുക്കുന്നു ആൻഡ് ഈ മെറ്റബോളിക് റിയാക്ഷൻസിന്റെ എൻഡിൽ ആവശ്യമില്ലാത്ത CO2 ഇസ് അഗെയിൻ റിലീസ്. അപ്പൊ അതായിരിക്കും ഫിഫ്ത്ത് സ്റ്റെപ്പ്. അപ്പൊ ഇതിനെ എങ്ങനെ സീക്വൻസിലാക്കാം? ഫസ്റ്റ് D പറയാം, അത് കഴിഞ്ഞ് A, അത് കഴിഞ്ഞ് B, അത് കഴിഞ്ഞ് E ആൻഡ് ഫൈനലി ഏത് പറയാം? CABCയിലാണ് സീക്വൻഷ്യലി ഈ പ്രോസസ് നടക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ IRV ആൻഡ് ERV. ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സെക്കൻഡ് വൈറ്റൽ കപ്പാസിറ്റി ആൻഡ് ടോട്ടൽ ലങ് കപ്പാസിറ്റി ആൻഡ് തേർഡ് emphysema ആൻഡ് ഒക്യുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ. ഡിഫറൻസസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം ഏതാണ്? IRV ആൻഡ് ERV. എങ്ങനെയാണ് കോൺസെപ്റ്റ് പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നു എന്താണ്? ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്ന ഇത്
നമ്മൾ എത്രത്തോളം അഡീഷണലി ഇൻസ്പയർ ചെയ്യാൻ പറ്റും ആഫ്റ്റർ എ നോർമൽ ഇൻസ്പിറേഷൻ. അതായത് ടൈഡൽ വോളിയം നമ്മൾ എടുത്തു, നോർമലി ഇൻസ്പയർ ഇതിന് ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷൻ വഴി എത്രമാത്രം നമുക്ക് ഇൻഹെയിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇൻസ്പിറേറ്റീവ് റിസർവ് വോളിയം. അപ്പൊ അതിന്റെ പോയിന്റ് എങ്ങനെ എഴുതാൻ പറ്റും? മാക്സിമം വോളിയം ഓഫ് എയർ inhaled after normal expiration. ഇതേ സാധനം എക്സ്പിറേറ്ററി റിസർവ് വോളിയത്തിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, മാക്സിമം വോളിയം ഓഫ് എയർ എക്സ്പയർഡ് അല്ലെങ്കിൽ എക്സ്ഹെയിൽഡ് എന്ന് എഴുതാം. എക്സ്ഹെയിൽഡ് ഫോഴ്സ്ഫുള്ളി ആഫ്റ്റർ നോർമൽ എക്സ്പിറേഷൻ. ഇനി അതിന്റെ വോളിയം ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് എഴുതാം. IRV നമ്മൾ എത്രയാണ് പറഞ്ഞത്? 2500 to 3500 ml ആൻഡ് ERV is around 1000 to 1100 ml. ഇതാണ് സബ് ഡിവിഷൻ എ ചോദിച്ചിരിക്കുന്നത്. ഇനി ബിയിലേക്ക് വരാണെങ്കിൽ വൈറ്റൽ കപ്പാസിറ്റി, ടോട്ടൽ ലങ് കപ്പാസിറ്റി ആണ് ചോദിച്ചത്. ഡിഫറൻഷിയേറ്റിംഗ് വൈറ്റൽ കപ്പാസിറ്റി ആൻഡ് ടോട്ടൽ ലങ് കപ്പാസിറ്റി. വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മാക്സിമം ഇൻസ്പയർ ചെയ്ത് വെച്ചതിന് നമുക്ക് ഇനി എത്ര മാക്സിമം എക്സ്ഹെയിൽ ചെയ്യാൻ പറ്റും? അതായത് മാക്സിമം വോളിയം ഓഫ് എയർ exhaled after maximum inspiration. അല്ലെങ്കിൽ തിരിച്ചും പറയാം, മാക്സിമം എക്സ്പയർ ചെയ്തെടുത്തുനിന്ന് അത് കഴിഞ്ഞ് നമുക്ക് മാക്സിമം ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന amount of air. ഇതാണ് വൈറ്റൽ കപ്പാസിറ്റി. ഇൻ ടോട്ടൽ ലങ് കപ്പാസിറ്റി ഇതാണ്, ടോട്ടൽ ലങ്ങിന് എത്ര കപ്പാസിറ്റി ഉണ്ട് അതിന് ഏതും കൂടെ ആഡ് ചെയ്യണം, റെസിഡിയൽ വോളിയമും ആഡ് ചെയ്യണം. അപ്പൊ ടോട്ടൽ ലങ് കപ്പാസിറ്റി റെസിഡിയൽ വോളിയം വരും. റെസിഡിയൽ വോളിയം ഉണ്ടെങ്കിൽ അത് എക്സ്പിറേഷന്റെ കണക്ക് നമുക്ക് അവിടെ പറയാൻ പറ്റില്ല. എന്തേ പറയാൻ പറ്റുള്ളൂ? മാക്സിമം ഇൻസ്പിറേഷന്റെ കണക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോ നമ്മൾ ഓൾറെഡി ഉള്ളിൽ കുറച്ചുണ്ട്, ഇനി മാക്സിമം ഇൻസ്പയറും കൂടെ ചെയ്യുക ആൻഡ് നമ്മൾ ടോട്ടൽ ലങ്ങിൽ എത്രയുണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി. മാക്സിമം വോളിയം ഓഫ് എയർ exhaled or inhaled അല്ല, in the lung. After maximum inspiration. നമുക്ക് എത്ര എഴുതാൻ പറ്റും? അറൌണ്ട് വൈറ്റൽ കപ്പാസിറ്റി എമൗണ്ട് എത്രയാന്ന് വെച്ചാൽ അറൌണ്ട് 4000 ml ആണ് ഇൻ ഹ്യൂമൻ. ഇനി ടോട്ടൽ ലങ് കപ്പാസിറ്റിന്റെ എമൗണ്ട് എത്രയാന്ന് വെച്ചാൽ എന്ത് പറയും? 5000 to 6000 ml. ഇതാണ് വൈറ്റൽ കപ്പാസിറ്റിയും ടോട്ടൽ ലങ് കപ്പാസിറ്റിന്റെയും ഡിഫറൻസ്. ഇനി സി ചോദിച്ചത് എംഫൈസീമ ആൻഡ് ഒക്യുപേഷണൽ ലങ് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഒക്യുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സിന്റെ ഡിഫറൻസ് ആണ്. എംഫൈസീമ വേഴ്സസ് occupational respiratory disorder. ഇനി എംഫൈസീമ നമ്മൾ എന്ത് പറഞ്ഞു? ഇറ്റ് ഇസ് എ ക്രോണിക് ഡിസോർഡർ. ഇതൊരു ക്രോണിക് ഡിസോർഡർ ആണ് ആൻഡ് റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഡിസോർഡർ ആണ്. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ക്രോണിക് ഡിസോർഡർ കാരണം എന്താണ്? ആൽവിലാർ വാളിന്റെ ഡാമേജ് നമുക്ക് കാണാൻ പറ്റും ആൻഡ് ആൽവിലാർ ഡാമേജ് കാണാൻ പറ്റും ആൻഡ് ഡിക്രീസ് ഇൻ എഫക്റ്റീവ് റെസ്പിറേറ്ററി സർഫസ് ഏരിയ. ആൻഡ് ഇതിന്റെ കോസ് നമ്മൾ എന്താണ് പഠിച്ചത്? പ്രൊലോങ്ഡ് ഗ്രെഡ്. ഇനി ഒക്യുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ എന്ന് പറയുന്ന ഡിസോർഡറിന്റെ പ്രത്യേകത എന്താണ്? അതായത് അവരുടെ ജോബുമായിട്ട് റിലേറ്റഡ് ആയിട്ട് റെസ്പിറേറ്ററി ഡിസോർഡർ, അതായത് ലോങ് ടേം എക്സ്പോഷർ ഉണ്ടാവാണ്. എന്തിനോട്? ഓഫ് ഡസ്റ്റ് ഓർ അതർ പാർട്ടിക്കിൾസ്. ഡസ്റ്റും അതർ പാർട്ടിക്കിൾസും അവര് എക്സ്പോഷർ ഉണ്ടാവാൻ കാരണം എന്താണ്? അവരുടെ ജോബാണ്. ബൈ എന്ത്? ഈ ഡസ്റ്റ് എങ്ങനെയെങ്കിലും അവരുടെ ജോബിന്റെ പ്രത്യേകത വെച്ച് നമുക്ക് പറയാം. റൂഫർ ആണെങ്കിൽ ആസ്ബസ്റ്റോസിന്റെ പ്രശ്നം, ആസ്ബസ്റ്റോസ് ഒരുപാട്, അല്ലെങ്കിൽ സിലിക്കോസിസ് ഉണ്ടാവാം കാരണം സിലിക്കോ ഒരുപാട് ഇൻഹേൽ ചെയ്തു, അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ നമുക്ക് വേറെ കാണാൻ പറ്റും
കോട്ടൺ ഇൻഹലേഷൻ, ബിസിനോസിസ്, അങ്ങനെ ഡിഫറെന്റ് ജോബിന് അക്കോർഡിംഗ്ലി ആ ഡസ്റ്റിന് എക്സ്പോഷർ നടന്ന് ഇറ്റ് ഗിവ്സ് റൈസ് ടു എന്ത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നു ആൻഡ് ഫൈബ്രോസിസ് ഓഫ് ലങ് പാരൻകൈമ ഉണ്ടാവുന്നു, ഫൈബ്രോസിസ് ഉണ്ടാവുന്നു ആൻഡ് ലങ് ഇസ് ഫൈനലി ഡാമേജ്. അപ്പോ ഒക്യുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ പ്രിവെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അവരോട് ജോലി നിർത്തി പോകാൻ എന്തായാലും പറ്റില്ല. ഇനി അവരോട് എങ്ങനെ നമുക്ക് കുറച്ചൊരു പ്രിക്കോഷൻ എടുക്കാൻ പറ്റും? പ്രൊട്ടക്റ്റീവ് മാസ്ക് ഉപയോഗിച്ചാൽ ഇറ്റ് ഇസ് എ പ്രിവെന്റീവ് മെഷർ. ഇനി എംഫൈസീമ ഉള്ള ഒരാളോട് പ്രിവെന്റ് ചെയ്യാൻ നമ്മളോട് എന്ത് പറയാൻ പറ്റും? ഓൾറെഡി നടന്ന ഡാമേജ് ഒന്നും ഇനി മാറാൻ പോകുന്നില്ല, വേഴ്സൻഡ് ആവുന്നതിൽ നമുക്ക് എങ്ങനെ സിഗരറ്റ് സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ പറയാം. അപ്പൊ ഇതാണ് എംഫൈസീമയും ഒക്യുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡറും തമ്മിലുള്ള ഡിഫറൻസസ്. നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തു. ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ 3 ക്വസ്റ്റ്യൻസ് റിമൈനിങ് ഉണ്ട്, അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ സോൾവ് ചെയ്യും. അപ്പൊ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു.